ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റുകളാണ്. അപ്പം അതിൽ ഇറാൻ അമേരിക്ക ചർച്ചകൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നലെ അമേരിക്കയുടെ ഉള്ളിൽ പീറ്റർ ഹെഗ്സത്തിനെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുകയുണ്ടായി. പീറ്റർ ഹെഗ്സത്ത് വളരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പീറ്റർ ഹെഗ്സത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പവർഫുള്ളായിട്ടുള്ള ആക്രമണമാണ് നടത്തിയത്, ഞങ്ങൾ വിജയിച്ച ടീമുകളാണ് എന്നുള്ള തരത്തിലാണ് പീറ്റർ ഹെഗ്സത്ത് പറഞ്ഞു വെക്കുന്നത്. അതിനെ ട്രംപും ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അംഗീകരിക്കുന്നുണ്ട്. ഇതിൽ പീറ്റർ ഹെഗ്സത്ത് ഒരു വിഷയം പറഞ്ഞു വെക്കുന്നത് അമേരിക്കൻ കോൺഗ്രസിലെ മെമ്പേഴ്സ് ഉയർത്തിയ വാദം എന്താണെന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു യുദ്ധം? ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം അവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ യുറേനിയം എന്ന് പറഞ്ഞൊരു വിഷയം എടുത്തു പറയേണ്ട സാഹചര്യം അവിടെ രൂപപ്പെടുന്നു. അമേരിക്ക ഒരു പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നെങ്കിൽ പോലും അമേരിക്ക വിചാരിച്ചാൽ പോലും ഇപ്പൊ ഈ തുടങ്ങിയ യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ പറ്റാത്ത സാഹചര്യമാണ്. അതാണ് ഇപ്പൊ നിലവിൽ രൂപപ്പെട്ടിരിക്കുന്നത്. പീറ്റർ ഹെഗ്സത്ത് അവിടെ ഓപ്പൺ ആയിട്ട് കൺഫേം ചെയ്യുകയാണ്, ഒരിക്കലും ഇറാനുമായിട്ട് ഞങ്ങൾ ഈ യുറേനിയം എൻറിച്ച്മെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും അതേപോലെ തന്നെ എൻറിച്ച്ഡ് യുറേനിയം അവർ കൈവശം വെച്ചിട്ടുണ്ടല്ലോ, ഈ രണ്ട് വിഷയങ്ങളിലും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് യുറേനിയത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ യുദ്ധം അവസാനിക്കില്ല എന്ന് സാരം. ഇത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പീറ്റർ ഹെഗ്സത്ത് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ ട്രംപ് 2-3 പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യമേ ഫ്രെഡറിക് മെർസ്, ജർമ്മനിയുടെ ചാൻസലർ, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജർമ്മനിയുടെ ചാൻസലർ ഇറാനെ അനുകൂലിച്ചുള്ള വാദങ്ങളാണ് ഉയർത്തി സംസാരിച്ചത്. അപ്പോൾ അതിൽ ഫ്രെഡറിക് മേഴ്സിന് ന്യൂക്ലിയർ ബോംബ് ഇറാൻ ഉണ്ടാക്കുന്നതിൽ വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പുള്ളിക്കാരന് മനസ്സിലായിട്ടില്ല, അതിൻ്റെ തീവ്രത എന്താണെന്നുള്ളത് പുള്ളിക്കാരന് മനസ്സിലായിട്ടില്ല. ഇറാൻ്റെ കയ്യിൽ എൻറിച്ച്ഡ് യുറേനിയം അതേപോലെ തന്നെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ ഒരു ഭീഷണി എന്നാണ് ട്രംപ് എഴുതി കുറിച്ചത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇറാൻ ഒരു പരാജയമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ കയ്യിൽ ലെവറേജസ് ഒന്നും തന്നെ ഇല്ല. ഈ സാഹചര്യത്തിൽ ഇറാൻ ഒരു അഡ്വാൻറ്റേജസും ഇല്ല. ഇറാൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യുറേനിയം അവർ കൈവശം വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അവകാശവാദം, 460 കിലോഗ്രാം. ഇതാണ് അവരുടെ കയ്യിലുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ നിർണായക ലീഡേഴ്സ് എല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അവരുടെ IRGCയിൽ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാം തന്നെ എലിമിനേറ്റഡ് ആണ്. ഇറാന്റെ ഉള്ളിൽ നിരവധി സ്ഥാപനങ്ങളായി ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാര്യാലയങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എക്കണോമിക്കലി ഇറാൻ വളരെ വീക്കാണ്. ഒരു ഡോളറിന് ഏതാണ്ട് 13 മില്യനൊക്കെയാണ് അവിടുത്തെ കറൻസി റേറ്റ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ശരിക്കും ഇറാന്റെ കയ്യിലുള്ള ഒരേ ഒരു പോയിന്റാണ് ഈ യുറേനിയം. അതുകൊണ്ടാണ് ആ പോയിന്റ് എടുത്ത് വെച്ചിട്ട് ഇറാൻ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഞങ്ങൾ യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിന് മുന്നോട്ട് ചലിക്കണം, മറ്റു 2 രാജ്യങ്ങൾ ചേർന്ന് ഭീഷണി മുഴക്കുകയാണ്. അപ്പോൾ യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു വിഷയമാണ് അവിടെ വരുന്നത്. യുറേനിയം ഇപ്പം പൊതുജനങ്ങൾക്ക് കഴിക്കാനുള്ള ഒരു ഭക്ഷണമാണോ? ഇവർക്ക് ഈ യുറേനിയത്തിൽ ഇത്തിരി വിട്ടുവീഴ്ച വരുത്തിക്കൊണ്ട് അമേരിക്കയുമായിട്ടൊരു ഡീൽ സൈൻ ചെയ്ത് ആ രാജ്യത്തിൻ്റെ എക്കോണമി ബലപ്പെടുത്തിയാൽ എന്താണ് കുഴപ്പം? സാധാരണക്കാർ അങ്ങനെയല്ലേ ചിന്തിക്കൂ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ പുറകിൽ ഈ ഇസ്ലാമിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കണം. എന്താണ് ഇസ്ലാമിക് റെവല്യൂഷൻ? ഇസ്ലാമിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് നന്മയും തിന്മയും, ഇതാണ് ബേസിക് ഐഡിയോളജി. അപ്പോൾ ഇവിടെ മൊത്തത്തിലൊരു കേയോസ് ആയിട്ട് മാറണം, ഈ ലോകം കലാപം കൊണ്ട് കലുഷിതമാകണം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു രക്ഷകനായിട്ട് ഒരാൾ അവതരിക്കും, അതാണ് മഹ്ദി ഇമാം. ഇപ്പോൾ ഇസ്രായേൽ ബോംബിട്ട് കൊലപ്പെടുത്തിയ ആയത്തുല്ല അലി ഖമനേയി ഇല്ലേ, അയാൾ അമേരിക്കയും ഇസ്രായേലിനെയും തോൽപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് അവരുടെ ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എനിമിയുടെ പേര് ജൂ എന്നാണ്. അപ്പം അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം അതായത് ഈ യഹൂദനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയും, അതുകൊണ്ടാണ് അവർ അവരുടെ പാർലമെന്റിൽ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർ ചുമ്മാ വെറുതെ ഒരു വിരോധം കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ച് സ്ലോഗനായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നതല്ല ഇത് IRGCയുടെ ഇസ്ലാമിക് റെവല്യൂഷൻ്റെ ഫിലോസഫി, ഫണ്ടമെൻ്റൽ ഐഡിയോളജിയാണത്. ആ രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അവർ നിരന്തരം പാർലമെന്റിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും അവരിത് ഉന്നയിക്കുന്നത്. ഇനി ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് അറിയാം, അവരുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നുള്ളതും ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അവിടെ നിലനിൽക്കുന്നത്. എന്നാൽ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ എതിരാളിയായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന യഹൂദനെ ആരാണോ തോൽപ്പിക്കുന്നത് ആ ഗ്രൂപ്പ് സെലക്റ്റഡ് ഗ്രൂപ്പായിട്ട് മാറും.
മറ്റത് ഈ വിശ്വാസം എന്ന് പറയുന്നത് അത് ആരും കാണാത്തൊരു സംഗതിയാണല്ലോ. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കാണല്ലോ പ്രസക്തി. അപ്പോൾ ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളോട് ആരാണോ നീതി പുലർത്തുന്നത് അവരാണ് സെലക്ടഡ് ഗ്രൂപ്പ് പറയും. അപ്പോൾ അവരാണ് സെലക്ടഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഇസ്രായേലിനെ തോൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിനെ വൈപ്പ് ഔട്ട് ചെയ്യുന്നത് അവരാണ് ഈ മഹദിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. അതിന് പല രീതിയിലുള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ട്. അവർ ഇന്ന ദിശയിൽ നിന്ന് വരും, അഫ്ഗാനിസ്ഥാൻ സൈഡിൽ നിന്ന് വരും, അല്ലെങ്കിൽ ഇറാന്റെ സൈഡിൽ നിന്ന് വരും, ഇങ്ങനെയൊക്കെ ചില ഡയറക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഡയറക്ഷനും ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അപ്പൊ അവർ ഈ മഹദി വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ മഹദി വന്നിട്ട് ആരുടെ ഒപ്പമാണോ നിൽക്കുന്നത് അവരാണ് സെലക്ടഡ് ഗ്രൂപ്പ്. അപ്പൊ ഈ മഹദി എന്ന് പറഞ്ഞാൽ ആരാണ്? ആർക്കും അറിയില്ല. അപ്പൊ ആരാണോ ഇവരെ തോൽപ്പിക്കുന്നത് അവരാണ് ഈ മഹദി. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതായത് ഇത് കൃത്യമായി ഇതാണ് ഇസ്ലാമിക് റെവല്യൂഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലൊക്കെ പറയുന്ന, ജീസസ് ക്രൈസ്റ്റ് എന്ന് ക്രിസ്ത്യൻസിൽ പറയുന്ന, മെസ്സിയ എന്ന് ജൂവിഷ് വിളിക്കുന്ന ഒരു ജീസസിന്റെ കടന്നുവരവ് വരാൻ പോകുന്നത്. ഇതാണ് ഈ 3 റിലീജിയനും ഇതാണ് വിശ്വസിക്കുന്നത്. ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് കള്ളമാണെന്ന് അവർ പറയും, അവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് കള്ളമാണെന്ന് പറയും. അങ്ങനെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത് അവർ മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഉൾട്ടാ സ്റ്റോറികളായിരിക്കും ഇതിനകത്ത് കറങ്ങി തിരിഞ്ഞു വരുന്നത്. ജൂയിഷ് ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിനെയും തള്ളിക്കൊണ്ട് ഞങ്ങളാണ് ആദ്യമേ വന്ന ആൾക്കാരെന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് യഹൂദർ. അപ്പൊ എങ്ങനെയായാലും യഹൂദൻ നമ്പർ 1, ക്രിസ്ത്യൻ നമ്പർ 2, ഇസ്ലാം നമ്പർ 3, ഇങ്ങനെയാണ് ഇതിന്റെ സീക്വൻസ്. അപ്പൊ ഈ മാതൃകയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലായില്ല. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ എന്താണ് പ്രശ്നം? അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഷിയ സുന്നി ഉണ്ട്. ഈ ഷിയ ആണോ റൈറ്റ് പാത്ത് വേ, സുന്നി ആണോ റൈറ്റ് പാത്ത് വേ, ഇത് തീരുമാനിക്കപ്പെടുന്ന ആ മൊമെന്റ് ആണ് ഇസ്രായേലിനെതിരെയുള്ള വിജയം. ആരാണോ ഇസ്രായേലിനെതിരെ വിജയിക്കുന്നത്, യഹൂദനെതിരെ വിജയിക്കുന്നത്, അവനാണ് റൈറ്റ് വൺ, ദ റൈറ്റ് വൺ. അതാണ്. അപ്പൊ യുദ്ധം അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ അവസാനിക്കില്ല. ഇറാൻ ഇപ്പം ഇസ്രായേലിനെ വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞോ? ഇല്ല. അപ്പൊ ഐഡിയോളജിക്കലി ഇറാൻ ഏറ്റ പരാജയമാണിത്. മനസ്സിലായി? അവരുടെ ആ ഒരു ഇസ്ലാമിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് 1979 അവർ ഇറാൻ പിടിച്ചടക്കിയിട്ട് ഇറാൻ ത്രൂ എത്ര ദൂരെയുള്ള ഒരു രാജ്യത്തിനെ അവർ കൈക്കലാക്കിയിരുന്നെങ്കിലും അവിടെ നിന്നും അവർ ജെറുസലേമിലേക്ക് തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഖുദ്സ് ഫോഴ്സ് നടപ്പിലാക്കുന്നത്. ഇസ്മായിൽ ഖാനി നേതൃത്വം വഹിക്കുന്ന ഖുദ്സ് ഫോഴ്സ്. ഈ ഖുദ്സ് എന്ന് പറയുന്നത് ജെറുസലേമിനെയാണ്. കാരണം ഇമാം മഹദി, അതേപോലെ തന്നെ ഈസാ അലൈഹിസ്സലാം എന്നൊക്കെ വിളിക്കുന്ന ജീസസ് ക്രൈസ്റ്റ്, അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ജെറുസലേമിലേക്കാണ്. അതാണ് പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് മേഖല. ആ കോൺഫ്ലിക്റ്റ് മേഖലയാണ് ഇപ്പം UN കീഴിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം ആ കോൺഫ്ലിക്റ്റ് മേഖല ഏതൊരു രാജ്യത്തിന് കൊടുത്താലും അടിയായിരിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് UN അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതൊരു സൈഡിൽ നിൽക്കട്ടെ, ഐഡിയോളജി. അപ്പോൾ ഇവിടെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഷിയാക്കളുണ്ട്, സുന്നികളുണ്ട്. ഇപ്പോൾ ഈ ഷിയാക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ടത് അവർ ഈ മുഹമ്മദ് നബിയുടെ മകളായിട്ടുള്ള ഫാത്തിമ, മുഹമ്മദ് നബിക്കും ഖദീജ ബീവി, അതൊരു ജൂവിഷ് ലേഡി ആയിരുന്നു. പിന്നീട് ആഫ്റ്റർ മുഹമ്മദ് നബിക്ക് ശേഷം അത് ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നും അപ്പം അതിൽ ഒരു മോൾ ഉണ്ടാകുന്നുണ്ട്, ഫാത്തിമ. ഈ ഫാത്തിമയെ വിവാഹം കഴിച്ചിരിക്കുന്ന അലിയാണ്. അപ്പം അലിയെ, അതായത് ഈ മുഹമ്മദ് നബിക്ക് ശേഷം ഉള്ള ഖലീഫയായിട്ട് സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു ഫാത്തിമയുടെ ആഗ്രഹം. അത് നടന്നില്ല. അലി എപ്പോഴും ഒരു റിബലായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. കാരണം കുടുംബപരമായിട്ട് റൂൾ ചെയ്യാനുള്ള റൈറ്റ് എനിക്കാണെന്നുള്ള വാദമാണ് അലിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ മുഹമ്മദ് നബിയുടെ അനുയായികളായിട്ടുള്ള അനുയായികളും നമുക്ക് അങ്ങനെ തീർത്ത് പറയാൻ പറ്റത്തില്ല. അതിൽ ചില അതിൽ ഒന്നും രണ്ടും ആൾക്കാരുടെയൊക്കെ മക്കളെ മുഹമ്മദ് നബി വിവാഹം കഴിച്ചിട്ടുണ്ട്. ആയിഷ ആയിക്കോട്ടെ, അതേപോലെ ഹഫ്സ ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഈ കൂട്ടുകാരന്മാരുടെ മക്കളാണ്. അബൂബക്കർ അൽ സിദ്ദിഖ് ആയിക്കോട്ടെ, അബൂബക്കർ അൽ സിദ്ദിഖാണ് പ്രോഫറ്റ് മുഹമ്മദിന് ശേഷം വരുന്ന അടുത്ത ഖലീഫ. അത് കഴിഞ്ഞിട്ട് ഉമർ ബിൻ അൽ ഖത്താബ്, അടുത്ത് വരുന്നത് ഉസ്മാൻ. അപ്പം ഇങ്ങനെ 3 കൂട്ടുകാരാണ്. ഈ കൂട്ടുകാരാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെന്നുള്ളതിലാണ് അതിൽ ഏറ്റവും കൂടുതൽ സദീഖ്, കൂട്ടുകാരെന്നുള്ളതിലാണ് അതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. ബന്ധുക്കൾ എന്നുള്ളതിലുപരിയായിട്ട് കൂട്ടുകാരെന്നുള്ള രീതിയിലാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇത് മുഹമ്മദ് നബിക്ക് അറിയില്ല ഈ സംഭവങ്ങളൊന്നും. ഇതൊക്കെ പുള്ളിക്കാരൻ്റെ മരണത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയാണ് 2 ചേരിയായിട്ട് തിരിഞ്ഞിട്ട് ഫ്രണ്ട്സ്, അതായത് ഈ അബൂബക്കർ അൽ സിദ്ദിഖ് ആയിക്കോട്ടെ, ഉമർ ബിൻ അൽ ഖത്താബ് ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ തുടരെ 1-ാം ഖലീഫ, 2-ാം ഖലീഫ, 3-ാം ഖലീഫ എന്ന് പറഞ്ഞിട്ട് ഇവരാണ് കസേരകളിൽ ഇരുന്നത്. തികച്ചും മുഹമ്മദ് നബിയുടെ മകളായിട്ടുള്ള ഫാത്തിമയുടെ ഭർത്താവായിട്ടുള്ള അലിക്ക് കസേര കൊടുത്തില്ല. അലിക്ക് കസേര കൊടുത്തു, 4-ാമതാണ് കൊടുത്തത്, 4-ാമത്തെ ഖലീഫ. ഉസ്മാൻ ഭരിച്ചതിന് ശേഷമാണ് അലിക്ക് അവസരം കൊടുക്കുന്നത് 4-ാമത്തെ ഖലീഫായിട്ട്.
ഇപ്പം ഇവിടെയാണ്. അപ്പോൾ ഈ 3 പേരും ഭരിച്ച സമയത്ത് ഒരു ഡീവിയേഷൻ ഈ വിള്ളല് ഒരുപാട് അങ്ങ് വികസിച്ചു. അതാണ് സംഭവിച്ചത്. അവിടെയും ഒരുപാട് ജനറേഷനായി, ഇവിടെയും ഒരുപാട് ജനറേഷനായി. അതായത് സുന്നിയിലും ഒരുപാട് ആൾക്കാരായി, ഷിയയിലും ഒരുപാട് ആൾക്കാരായി. അപ്പോൾ അവിടെ തന്നെ അടി. ഷിയയാണോ റൈറ്റ്, സുന്നിയാണോ റൈറ്റ്? ഞങ്ങളാണ് റൈറ്റ് പാത്ത് എന്ന് ഇവർ, ഇല്ല ഞങ്ങളാണ് റൈറ്റ് പാത്ത് എന്ന് അവർ. ഇതാണ് നിലവിലെ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഈ സുന്നികൾക്കൊക്കെ എന്താണ് പിന്നെ ഒരു വില? എന്തെങ്കിലും വിലയുണ്ടോ? ഒരു വിലയില്ല. ഇനിയിപ്പോൾ ഈ സുന്നികൾ ഇസ്രായേലിനെ വൈപ്പൗട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഷിയാക്കൾക്ക് എന്താണ് വില? അവരുടെ വിശ്വാസം ഒന്നുമല്ലാതാകില്ലേ? അപ്പോൾ ഈ അടി എപ്പോൾ തീരും എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ വ്യക്തമായ മൂല കാരണമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ആരും എവിടെയും ഓപ്പണായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ ബേസിക് റൂട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെ തിരിഞ്ഞു വന്നാലും ഇന്ന് സുന്നി രാജ്യങ്ങൾ കുറച്ചൊക്കെ ലിബറലായി മാറുന്നുണ്ട്. പക്ഷേ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് ഷിയ രാജ്യങ്ങൾ ഈ സുന്നി രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ ഒറിജിനൽ അല്ല, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് മാറുകയാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അതിനെ വെച്ചിട്ട് അവരുടെ ജനങ്ങളെ തന്നെ അവർ ട്വിസ്റ്റ് ചെയ്യാണ്. ഇത് നമ്മുടെ വിശ്വാസത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് സുന്നികൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വിമർശിക്കുകയും അതിനെ അവരുടെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവരെ കൺവിൻസ് ചെയ്ത് ഈ മതം തന്നെ ഒരു പൊള്ളയാണ്, അതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള നാടകങ്ങൾ, ഇത്തരത്തിലുള്ള കലാപരിപാടികൾ, ഇങ്ങനത്തെ തെറ്റിദ്ധരിപ്പിക്കലുകൾ, മനുഷ്യനതീതമായിട്ടുള്ള മതമൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ, പൊളിറ്റിക്സ്, മതപരമായ പൊളിറ്റിക്സ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൊളിറ്റിക്കൽ ഇസ്ലാം, മറ്റത് റിലീജിയസ് ഇസ്ലാം അങ്ങനെയൊക്കെ പറയും. ഒന്നുമില്ല, എല്ലാം ഒന്ന് തന്നെ. ഇതെല്ലാം ഒന്ന് തന്നെ, ഒരേ വിഷയത്തിൽ പിന്നിപ്പിണഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണിത്. ഇത് പൊളിറ്റിക്കൽ എന്നോ ഐഡിയോളജിക്കൽ എന്നോ അങ്ങനെയൊന്നുമില്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ കാതലായ വിഷയം. ഇറാനാണെന്നുണ്ടെങ്കിൽ അമേരിക്കക്കെതിരെ താക്കീത്. സംഭവം ഞാൻ പറഞ്ഞല്ലോ, ഇറാന്റെ കയ്യിലുള്ള ഒരേ ഒരു പോയിന്റ് ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റും ഈ എൻറിച്ച്ഡ് യുറേനിയമാണ്. ഇപ്പോൾ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ബ്ലോക്കേഡ് അവർക്ക് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനിയും അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇത്തരത്തിൽ ബ്ലോക്കേഡ് തുടർന്നാൽ ഞങ്ങൾ സ്വമേധയാ ആക്രമിക്കും, പ്രിയംറ്റീവ് മെത്തേഡിൽ അറ്റാക്ക് നടത്തുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇറാനെ അറ്റാക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള സാഹചര്യം. ഇനി ട്രംപ് യുദ്ധം വേണ്ടാന്ന് വെച്ചാൽ പോലും മാറിപ്പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അതാണ് നിലവിലെ സ്ഥിതിഗതികൾ. ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ഒരു ഹമാസ് മെമ്പറെ വധിച്ചിട്ടുണ്ട്. അതായത് ഇയാൾ ഒക്ടോബർ 7, 2023 ഗൂഢാലോചനയിൽ പങ്കെടുത്തിരുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര്, ഫോട്ടോ, അതിൻ്റെ പ്രൂഫ് സഹിതം തെളിവ് സഹിതം അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വ്യക്തി ജനറൽ അഹമ്മദ് അബ്ദൽ റഹ്മാൻ ഷമാംരി എന്ന് പറഞ്ഞൊരു വ്യക്തി. അപ്പോൾ അയാളെ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ലെബനൻ്റെ ഉള്ളിൽ ആക്രമണങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ഇസ്രായേൽ. ശരിക്കും അവിടുത്തെ ആയുധശേഖരങ്ങൾ ഓരോന്നായിട്ട് കണ്ടെത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് ക്യാനുകളിലൊക്കെ ചെറിയ ചെറിയ റോക്കറ്റുകളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ബ്രിഗേഡ്സ് സെർച്ച് നടത്തി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി മേഖലകളിൽ എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ജോസഫ് ആവോൻ, ലെബനൻ്റെ പ്രസിഡന്റ്, അമേരിക്കയുടെ അടുത്ത് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എപ്പോൾ വരണം ചർച്ചയ്ക്ക്, എപ്പോഴാണ് അപ്പോയിൻമെൻ്റ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഒരു മറുപടിയില്ല, മാർക്കോ റൂബിയും മിണ്ടുന്നില്ല. ഇതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. അപ്പോൾ ഇസ്രായേൽ ഇന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതായത് ലെബനാനുമായിട്ട് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. കാരണം ലെബനാൻ പറഞ്ഞതുപോലെ ഹെസ്ബുള്ളയുമായിട്ട് ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെറുതെ പോയി ചർച്ച നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ സൗത്ത് ലെബനാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇസ്രായേൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, സൗത്ത് ലെബനാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ ആവശ്യം ഹെസ്ബുള്ളയെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹെസ്ബുള്ളയെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൗത്ത് ലെബനാൻ ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ തരാം. പക്ഷേ ഇപ്പം നിലവിൽ സൗത്ത് ലെബനാൻ ഞങ്ങൾ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ഹെസ്ബുള്ളയാണ് എന്നും കൂടി നല്ല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലെബനാനുമായിട്ട് നടക്കാനിരുന്ന ചർച്ച ഇപ്പം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം തന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധം ഇൻറ്റൻസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടിയെടുക്കുന്ന മുന്നൊരുക്കങ്ങളാണോ എന്നുള്ള ചോദ്യങ്ങളും കൂടി വരുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമൻറ്റ് പാസ്സാക്കുന്നില്ല. കാരണം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അമേരിക്ക അങ്ങോട്ട് ആക്രമിക്കുമെന്ന് പറയുന്നതിന് പകരം ഇപ്പം ഇറാൻ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇറാൻ അമേരിക്ക എടുത്ത് തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അമേരിക്കയുടെ കപ്പലുകളെ ആക്രമിക്കും. എവിടെ? സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഞങ്ങളുടെ ഷിപ്മെന്റുകളെ തടയുന്ന ആ ബ്ലോക്കേഡിന് വേണ്ടിയിട്ട് നിലനിർത്തിയിരിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഞങ്ങൾ അറ്റാക്ക് നടത്തുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ലണ്ടനിൽ വീണ്ടും ആന്റിസെമിറ്റിസം. യഹൂദര് താമസിക്കുന്ന സ്ഥലത്ത് ഒരുത്തൻ കത്തിയുമായിട്ട് പോയി 2 യഹൂദന്മാരെ
തലങ്ങും വിലങ്ങും ഉപദ്രവിച്ചിരിക്കുകയാണ്. മീൻസ് കത്തി കൊണ്ട് കുത്തി. അത് ആന്റിസെമിറ്റിസം തുടരെ തുടരെ യു കെയിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യു കെയുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ എന്ത് പറയും നമുക്കറിയില്ല. കഴിഞ്ഞ ആഴ്ച തന്നെ പുള്ളി പറഞ്ഞിരുന്നു, ഞാൻ IRGCയെ ടെററിസ്റ്റ് പട്ടികയിൽ ഉൾപ്പെടുത്താൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരാഴ്ചയായി, ഒരനക്കമില്ല. ഇനി നമ്മൾ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, റഷ്യക്കുള്ളിൽ 1500 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഓയിൽ റിഫൈനറി, ഒരു എണ്ണ ശേഖര കേന്ദ്രം, അതിലേക്ക് ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ്. റഷ്യ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് ഉക്രൈൻ്റെ ഒരു ക്ലിയർ മെസ്സേജ് ആണ്. അതായത് 1500 കിലോമീറ്റർ റഷ്യക്ക് ഉള്ളിൽ ചെന്ന് ഒരു എണ്ണപ്പാടം ആക്രമിക്കാമെങ്കിൽ ഉക്രൈന് 1500 കിലോമീറ്റർ ചുറ്റളവിൽ എത്രയോ സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം തന്നെ യുക്രൈൻ്റെ ടാർഗറ്റിൽ ഉണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ക്ലിയർ മെസ്സേജ് ആണ്. റഷ്യക്ക് എവിടെയൊക്കെയോ പാളിച്ചകൾ പറ്റുന്നുണ്ട്. അതായത് 1500 കിലോമീറ്റർ ഒരു ഡ്രോൺ റഷ്യക്കുള്ളിൽ സഞ്ചരിച്ച് പോയി അറ്റാക്ക് നടത്തുന്നത് വരെ അതിനെ ചോദ്യം ചെയ്യാൻ റഷ്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. റഷ്യ കാര്യമായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ കൊടുത്തിട്ട് പോകേണ്ടി വരും. പിന്നെ ഈ റഷ്യ എന്നുള്ള ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അതൊരു സൈഡിൽ അങ്ങനെ ഇരിക്കെ, അതിനെ തുടർന്ന് 117 ഡ്രോൺ റഷ്യ ഇന്നലെ രാത്രി ഉക്രൈനിലേക്ക് അയച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. 117 ഡ്രോൺ. അതിൽ കുറേയൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് ഉക്രൈൻ്റെ സൈഡിൽ നിന്ന് പറയുന്നത്. പക്ഷേ നിരവധി ഡ്രോണുകൾ പല സ്ഥലങ്ങളിലായിട്ട് പതിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭീഷണിയെ തുടർന്ന് അമേരിക്കയുടെ 2 സ്പൈ എയർക്രാഫ്റ്റുകൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഏരിയയിൽ ഇന്ന് സർവൈലൻസ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതിലൊരു വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇന്ത്യയിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് 30.8% ചൈനയെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നതല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ 2025-26 ഫിസിക്കൽ ഇയറിൽ ചൈനയിൽ നിന്ന് മാത്രം നടത്തിയ ഇറക്കുമതി എന്ന് പറഞ്ഞാൽ $131.6 ബില്യൺ വർത്ത് വരുന്ന ഇമ്പോർട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചൈനയ്ക്കെതിരെ അമേരിക്ക ഉയർത്തുന്ന പ്രഷർ, വെല്ലുവിളികൾ, അതുപോലെ സാങ്ഷൻസ്, ഇതെല്ലാം കൊണ്ട് ചൈന അഫക്റ്റഡ് ആയാൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയും ബാധിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയെ ബാധിക്കും, പക്ഷേ ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യാൻ വലിയ രീതിയിൽ തടസ്സമൊന്നുമില്ല ചൈനയ്ക്ക്. കാരണം ലാൻഡ് കണക്ടിവിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊരു തരത്തിലുള്ള അനാലിസിസ് ആണ്. അത്ര ഡീപ്പായിട്ട് നമ്മളെ അത് ബാധിക്കുമെന്ന് പറയുന്നതിന് പകരം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ട ചില സാധനങ്ങൾ ചൈന തടഞ്ഞു വെച്ചേക്കാം. കാരണം നമ്മൾ അത് വാങ്ങിച്ച് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് അത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ കയറ്റുമതി ചെയ്യേണ്ട ചില സാധനങ്ങളാവാം. അങ്ങനത്തെ സാധനങ്ങളിലേക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ചില കീ മെറ്റീരിയൽസ് ഒരുപക്ഷെ ചൈന തടഞ്ഞു വെച്ചേക്കാം ഭാവിയിൽ. ഈ മേഖലയിൽ എന്തായാലും ഇന്ത്യ സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട്. ചൈന ഇല്ലെങ്കിൽ മറ്റൊരു ആൾട്ടർനേറ്റ് സോഴ്സ് കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോഴും 30.8% എന്ന് പറയുന്നത് വലിയൊരു റേഞ്ചാണ്. ബംഗ്ലാദേശിലെ ഡാക്കയിൽ നിന്നും 4 ഹമാസ് അനുയായികളെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഗതികളൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ പുടിനും ട്രംപും തമ്മിൽ 1.5 hour ടെലിഫോൺ കോൾ. ഈ 1.5 മണിക്കൂറും അവർ സംസാരിച്ചത്, അതായത് പാകിസ്ഥാനെ നമ്പിയിട്ട് കാര്യമില്ല, ഇനി റഷ്യ ത്രൂ ഇറാന് മേളിലൊരു സമ്മർദ്ദമിട്ട് യുറേനിയം എങ്ങനെയെങ്കിലും കൈക്കലാക്കിയിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.